നീണ്ട മോളെ കാലിലെടുക്കേ. അങ്ങനെ സെപ്പറേറ്റ് ആവണ്ട മാജേ. നമ്മുടെ 2 years മുന്നേ പുളിങ്ങോമിൽ, നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പുളിങ്ങോമിൽ വന്നിട്ട് റിവർ റാഫ്റ്റിംഗ് ചെയ്തിട്ട് വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അന്ന് ഒരുപാട് ആൾക്കാർ ആ വീഡിയോ കൊണ്ട് അവർക്ക് ഈ ഒരു സ്ഥലം പരിചയപ്പെടാൻ പറ്റി, വരാനും പറ്റി. ഇപ്പോൾ 2 വർഷത്തിന് ശേഷം ഈ ഒരു മഴക്കാലത്ത് നമ്മൾ പിന്നെയും റിവർ റാഫ്റ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത് സെയിം സ്ഥലത്തോട്, നമ്മുടെ ഷെജുബ്രോൻ്റെ എക്സ്ട്രീം അഡ്വഞ്ചറസ് എന്ന് പറയുന്ന റിവർ റാഫ്റ്റിംഗിൻ്റെ സ്പോട്ടിലുള്ളത് പുളിങ്ങോമിലുള്ളത്. ഇപ്പോൾ നമുക്ക് ചുറ്റും കാണാം, ഇവിടെ ഇപ്പോൾ പോയി വന്ന ആൾക്കാരുടെ ബോട്ടുകൾ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇതിൻ്റെ ലൊക്കേഷൻസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? എല്ലാരും എവിടുന്നാ വരുന്നേ? ഒറ്റ ദൂരത്തുനിന്നാണ് വരുന്നേ. ഓ അടിപൊളി. അല്ലല്ല മംഗലാപുരത്തേക്കാൾ കൂടുതൽ ദൂരം മലപ്പുറത്തേക്കാ. ഓ അത് ശരി കേട്ടോ. എന്താ ഇനി ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരോട് നിങ്ങൾ എക്സ്പീരിയൻസ് ഔട്ട് ഓഫ് 10 എത്ര മാർക്കാം? 100 മാർക്ക് കൊടുക്കാം. പേടി ഉണ്ടായിരുന്നോ? എത്ര ഇതിൽ എത്ര ആളൊക്കെ നീന്താ അറിയാം? നീന്താ അറിയാത്ത ആരെങ്ങളുണ്ടോ? എന്നിട്ട് വെള്ളത്തിൽ വിട്ടുന്നില്ല? ഓ അടിപൊളി ആകും പോരാ. ഓക്കെ, നമ്മുടെ എമ്മിക്കാൻ ടീം വന്നിട്ടുണ്ട്. മലപ്പുറത്തെ ടീം അവരും അല്ല കർണാടക മാറ്റാന്ന് പറഞ്ഞേ. അല്ലടാ, കർണാടക കേരളത്തിന്റെ പുറത്താണല്ലോ. ടാക്സ് ഒന്നും കൊടുക്കുന്നില്ല, ഇത് ടാക്സ് ഒന്നല്ലോ. മഷൂദ് ബായ് പരസ്യം പറയരുത് പ്ലീസ്. ഇവര് പണിയാണ് തെരഞ്ഞെടുക്കുന്നത് കേട്ടോ. കണ്ടിട്ട് മാത്രമല്ല പരസ്യല്ല. നിഷാദ് മോൻ, നിങ്ങൾ ഇത്ര ആൾക്കാരുള്ളൂ? ഓ എടാ അങ്ങനെ പറയല. എന്താ പറഞ്ഞേ? ഇതെന്തായാലും ഒരു ഡയറക്ടറുള്ള പോലെ ട്രസ്റ്റ് യൂണിവേഴ്സ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഒരു വണ്ടി കൂടി നമുക്ക് വരാനുള്ളത്. അത് വന്നാൽ നമുക്ക് ഇവിടുന്ന് മൂവ് ചെയ്യാം. മൂവിയുടെ നമുക്ക് റാഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇത് ഇവരുടെ ബേസ് ക്യാമ്പാണ്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ എക്സ്ട്രീം തേജസ്വിനി റിവറിലാണ് നമ്മൾ ഈ അഡ്വഞ്ചർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ ആടുന്ന തന്നെ നമ്മളിവിടെ വെച്ച് ഫോംസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുണ്ട്. ഇവിടെ വരുക, ഇത് ഇവിടെ റൈഡ് ചെയ്യുന്ന ആൾക്കാർ ആരാണെങ്കിൽ ഇവിടെ ഒരു ഫോം ഉണ്ട്. ഈ ഫോമൊക്കെ ഫില്ല് ചെയ്യണം കേട്ടോ. അത് അവരൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതുക, എന്നിട്ട് നമ്മളെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അതിൻ്റെ പുറകിൽ നമ്മൾ സൈൻ ചെയ്യുക. ഇവിടെ സൈൻ ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് ഫസ്റ്റ് പ്രൊസീജിയർ. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാം. റെസ്റ്റ് ചെയ്തിട്ട് ഈ പോയി വന്ന് ഓരോ ഗ്രൂപ്പായിട്ട് ഇവർ അയക്കുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പ് പോയി തിരിച്ച് വരുന്ന ടൈം വരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. അടുത്ത ടീം വന്നിട്ടുണ്ട് നമ്മുടെ സിജാസ് ആൻഡ് സിജാസിൻ്റെ വൈഫ് ആൻഡ് സിജാസിൻ്റെ സൺ. പിന്നെ ബേക്കിൽ എൻ്റെ 2 മരുമക്കളും അതുപോലെ മാസിയാണ് ബേക്കിലുള്ളത്. മാജി കഷ്ടപ്പെട്ട് തല പുറത്തേക്ക് ഇടുന്നുണ്ട്. സിജു ആണ് ഫസ്റ്റ് വിട്ടത്, പക്ഷെ ലാസ്റ്റ് എത്ത സിജു ആണ്. സിജു എന്താണ് രഹസ്യം? എന്റെ മോന് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് മോനെ? എങ്ങനെയാണ് വേൾഡ് ട്രിപ്പ് പോകുന്നത് എനിക്ക്? ഏത് മോനെ? ഓനിക്ക് എന്നാ മേടിച്ചു കൊടുക്കുന്നിട്ട്? ഈ മേടിച്ചു കൊടുക്കുന്നതാണ് കുഴപ്പം കേട്ടോ. മേടിച്ചു കൊടുത്തില്ല കുഴപ്പമില്ല. എടാ മാജി ഛർദ്ദിച്ചു പോലും. അയ്യേ. അപ്പൊ നമ്മുടെ ഗ്രൂപ്പെല്ലാം വന്നു. ഇനി നമ്മള് റാഫ്റ്റിങ്ങിനാണ് പോകുന്നത്. ഇവിടെ നല്ല റാഫ്റ്റിംഗ്. ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ് പോകാനുണ്ട്. ഇവിടെ നമ്മളൊരു വണ്ടി കയറിയിട്ട് ഇതിൻ്റെ മുകളിൽ പോകും. മുകളിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് തുഴഞ്ഞു വരുന്നത്. ഭയങ്കര എക്സ്ട്രീമായിട്ട് എന്താ പറയുക, ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ റാഫ്റ്റ് ചെയ്തത്. ഇവിടെ ജീപ്പിനുള്ള ബോട്ട് ലോഡ് ചെയ്യുന്ന ഒരു സീനാണ് ഇത്. ആക്ച്വലി റിവർ റാഫ്റ്റിംഗ് എന്ന് എല്ലാവരും കാണുന്ന കാഴ്ച കേട്ടോ. അതിന് നമ്മൾ 3 ബോട്ട് കയറ്റി വെച്ചിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്. വാവ്, ഇതൊക്കെ നിങ്ങൾ ഇത്തവണ നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട് കേട്ടോ. ഉപ്പയുണ്ട്, അതുപോലെ ഉമ്മ ഇല്ല. ഉമ്മ അവിടെ സിജുവിൻ്റെ കുട്ടീനെ നോക്കുന്നുണ്ട്. പെങ്ങളുണ്ട്, പെങ്ങളെ ഭർത്താവുണ്ട്, പെങ്ങളെ മക്കളെല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്തവണ ഫാമിലി ആയിട്ടാണ് ചെയ്യാൻ വന്നത്. സിജുവിൻ്റെ വൈഫ് തിരിഞ്ഞു നോക്കുമോ? സിജുവിൻ്റെ വൈഫ് തിരിഞ്ഞു നോക്കൂ. 3 ലോഡ് ചെയ്ത് ജീപ്പിനോട്. അപ്പോൾ അടുത്ത ജീപ്പിനോട് ഈ ഒരെണ്ണം കൂടി ലോഡ് ചെയ്യും. മൊത്തത്തിൽ 4 റാഫ്റ്റാണുള്ളത്. ക്യാമറ ക്രൂ ഒക്കെ നമ്മളിപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ ക്യാമറമാനൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ കാണുന്നില്ല, കാണിച്ചു തരാം. അപ്പോൾ ഈ 2 വണ്ടിയിലായിട്ടാണ് നമ്മൾ പോണത്. നോക്കിയാൽ നിങ്ങൾ 3 പിസ്സ ബർഗർ വെച്ചുമല്ലേ 3 ബോൾ നോക്കിയാൽ നല്ല രസമില്ല കാണാൻ. അപ്പോൾ എല്ലാവരും വണ്ടി കയറിയിട്ടുണ്ട്. എത്ര ആൾക്കാരുണ്ട് ജീപ്പിൽ?
സിജുവിന്റെ വൈഫ് ജീപ്പ് കേട്ട് കുറെ കാലമില്ലേ സിജു ഇവിടെ ഇപ്പൊ ഭയങ്കര റിച്ചാ നീയല്ലോ പറഞ്ഞത് പൈസ സെന്റർ കെട്ടി ഓഫറിനുണ്ടോ ഓളെ പൈസ സെന്റർ കെട്ടിയെന്നു പറഞ്ഞേ എന്നിട്ട് ആ പാവം പെണ്ണ് ജീപ്പ് കയറ്റി ലോക്കൽസിന്റെ വൈബും കൂടെ മനസ്സിലാക്കട്ടെ. ഓ ബൽക്ക് ജീപ്പ് കേട്ട് എത്ര കാലായി ബൽക്ക് ജീപ്പ് കണ്ട കേരള എന്ന് പറഞ്ഞോ ഉപ്പ ഫ്രണ്ടിലുണ്ട് ഉമ്മ ഫ്രണ്ടിലുണ്ട് റയാനില്ല എന്താടാ പൊടിക്കണ്ട പിന്നെ ഇവിടെ ഒരു ജീപ്പ് ഇവിടെ കിടപ്പുണ്ട് ചേട്ടൻ നമ്മൾ ഇവിടുത്തെ ഫോട്ടോഗ്രാഫറാണ് ഹായ് പറഞ്ഞു നമ്മൾ വീഡിയോയില് 30 വർഷത്തെ എക്സ്പീരിയൻസിലൊരു ഇവിടുത്തെ ഒരു ഫോട്ടോഗ്രാഫറാണ് വീഡിയോഗ്രാഫറാണ് പുള്ളി നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പോകുന്നത് കേട്ടോ ഈ വണ്ടിയിൽ നമ്മളെ ബാച്ചിലേഴ്സ് ഓക്കെ അല്ലേ ഓൾ ഗുഡ് നമ്മളെ മുത്തുമണികളുണ്ട് അവിടെ സേഫ് ആയിട്ട് എത്തിക്കണേ ഓക്കെ എമ്മിക്ക അപ്പൊ നമുക്ക് അവിടെ കാണാം നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ട് ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ വണ്ടികളൊക്കെ ഇവിടെ അൺലോഡ് ചെയ്യുന്നുണ്ട് അപ്പം ക്രൂസ് കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നല്ല ഒഴുക്കാണ് നല്ല അടിപൊളി ഒഴുക്കാണ് നല്ല അടിപൊളി വെള്ളം കേട്ടോ അപ്പോൾ ശരിക്കും റാഫ്റ്റിങ്ങിന് പറ്റിയൊരു വാട്ടർ ലെവൽ ഇപ്പോൾ നിലവിൽ കാണും നമുക്ക് മഴയില്ല എന്നുള്ളൂ ബാക്കിയൊക്കെ ഓക്കെയാണ് നമ്മൾ 2-3 വർഷം മുമ്പ് വന്ന് ചെയ്തതൊന്നും ഇവിടെ തന്നെ ആയിരുന്നു ഇതേ സ്പോട്ട് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്തത് വലിയ മാറ്റമൊന്നുമില്ല റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് ആ പാലം പണിയൊക്കെ നടക്കുന്നുണ്ട് ഓക്കെ അവിടെ കോടമഞ്ഞ കണ്ടോ മുകളിൽ ഇങ്ങനെ പോകുന്നുണ്ടോ നല്ല വൈബിൽ ചെയ്യാൻ പറ്റും കേട്ടോ അതൊക്കെ ആവേശം കൂടിയിട്ട് അശുദ്ധ ആവേശം കൂടിയല്ല ആവേശം കൂടിയിട്ട് നമുക്ക് അവരിറക്കിക്കോളൂ രണ്ടാക്കുന്നൊന്നും അറിയില്ല ആർക്ക് ആ ധൈര്യം ഉണ്ടല്ലോ മജൂദിനും അറിയില്ല നിഷാനും അറിയില്ല പക്ഷെ ധൈര്യപ്പെട്ട് ഇറങ്ങുന്നില്ലേ ആ സേഫ്റ്റിയാണ് പിന്നെ പണിയെടുക്കുന്നത് ലൈഫ് ആറ് ധൈര്യക്കാരെന്ന് കാണിച്ചേ ആ ധൈര്യക്കാരെന്ന് കാണിച്ചത് നോക്കട്ടെ അപ്പൊ ഇവര് ഇവിടുന്ന് സാധനം അൺലോഡ് ചെയ്യുന്നുണ്ടോ സംഭവം ഫ്രീ ജാക്കറ്റ് ഇട്ടി പറഞ്ഞിട്ട് എല്ലാവരും എടുത്തിട്ടാണ് പക്ഷെ തിരിച്ചു നോക്കണം കേട്ടോ തിരിച്ചു നോക്കണേ നമ്മളിവിടെ സേഫ്റ്റി ഞാൻ പറഞ്ഞല്ലോ ജാക്കറ്റ് മസ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ ഹെൽമെറ്റ്സും മസ്റ്റ് ആയിട്ട് ഇടണം പിന്നെ ഹെൽമെറ്റ് തല ഇവിടെയും അടിക്കുന്നുണ്ട് കേട്ടോ നമുക്കിവിടെ ഒരുപാട് ഹെൽമെറ്റ്സ് ഉണ്ട് വൈറ്റും യെല്ലോ ഒക്കെ ഉണ്ട് ഇപ്പൊ നമ്മൾ ഇട്ടിട്ടുണ്ട് എമ്മി എങ്ങനെയുണ്ട് എമ്മിക്ക് എന്തുപോലെ തല ഇട്ടാ മിനിയൻ പറ്റാതില്ല മൂവിയിൽ അതുപോലെ ഉണ്ട് മാസിന്റെ ചിരി നോക്ക് ബ്രീഫിംഗ് തുടങ്ങിയിട്ടുണ്ട് My name is Santosh. I am from Karnataka, place called Davangere. His name is Kamal Dai and his name is Amit. He is from both of his from Nepal. And one more person is there. His name is Mukesh. He is from Uttarakhand, Rishikesh. Anybody has done before rafting here? Here or somewhere else? Okay, can come here only. Rest of us. How many non-swimmers are here? Non-swimmers. എന്താ അറിയാം ആൾക്കാർ കൈ വെക്കടി ഇതെന്താ അറിയോ ഓൾ 10th ക്ലാസ് ഫെയിൽ 10th ക്ലാസ് പഠിക്കുമ്പോ Okay, whatever you have equipment, life jacket, helmet, wear it properly. If you are wearing your life jacket and helmet loose, life jacket will come up. Okay, make sure life jacket should be make it tight. If you are wearing your equipment tight, you can float easily. Okay. എന്തെങ്കിലും മനസ്സിലായിനാ back forward same back forward ഇപ്പൊ മോനെ തമാശയൊക്കെ അതിനുള്ളിൽ മനസ്സിലായി stop get back right forward ഓക്കെ അപ്പൊ എല്ലാരും വണ്ടി കയറിയിട്ടുണ്ട് ഓൾ ദി ബെസ്റ്റ് ഗൈസ് എല്ലാത്തിനും പിടിച്ച് മുക്കാൻ പറയട്ടെ അപ്പൊ കയറി 2 കാലം അപ്പുറം ഇടും ഇവിടെ ഇരിക്കുക തിരിഞ്ഞിരിക്കേ അതിലപ്പുറം കയറിക്കോ ആന്നെ അപ്പൊ ബേക്കില് മിഡില് ഓക്കെ അടുത്ത റാഫ്റ്റ് ഇറക്കുന്നുണ്ട് and
പോയി കഴിഞ്ഞ് കണ്ടൊരു കാര്യമില്ല. ടാറ്റ പറഞ്ഞതല്ല, ഞാൻ എൻ്റെ അടുത്ത റാഫ്റ്റ് ഇറക്കേണ്ടി വരും. എന്താ പോലെ സിജുവിനെ ഫ്രണ്ടിലെത്തി അവൻ ഓളെ വെഹിക്കിലെടുത്തി. എന്നിട്ട് ഓള് പറയാം സിജുക്ക നിങ്ങൾ ഇങ്ങോട്ട് പോവാന്ന്. അങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ഫ്രണ്ടിൽ എന്നിട്ട് സെബിയ അവിടെ ഇരിക്കണം. അപ്പൊ സിജുവിന്റെ വേക്കി പോ. ഇത് ഓള് നീല്ലാണ്ടിരിക്കൂല. സ്നേഹം ഇവരുടെ എന്താ പറയുക ഇൻസ്ട്രക്ഷൻസ് ശരിക്കും പഠിക്കണല്ലോ, പണിയാണ്. അവർ ഇംഗ്ലീഷ് ഹിന്ദിയോ പറയുള്ളൂ. ലാംഗ്വേജ് അറിയില്ലെങ്കിൽ പറഞ്ഞാൽ മലയാളത്തിൽ ആരെയും ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും, അല്ലെങ്കിൽ പണിയാട്ടോ. കാരണം ഇത് അറിയാണ്ട് വെള്ളത്തിൽ എനിക്ക് നീന്തണ്ടേ, നമ്മളാണ് തുഴയേണ്ടത്. ഓക്കെ, അങ്ങനെ വലിച്ചിട്ട് വന്നിട്ട് നിങ്ങൾക്ക് രണ്ടാക്കുന്ന അടുക്കിരിക്കാം. നിങ്ങളാണല്ലോ ബേക്കിൽ നിന്നോ? ഓക്കെ, ഡൺ. Okay, all back pedal, please, all back. All back. Stop. Okay, forward. 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 Forward, forward. Forward, forward. Forward, forward. Stop. Stop. Okay, all forward. Forward. Stop. Stop, stop. Stop, team, stop. Okay, all forward. All forward. Stop. Stop, stop. Forward. Forward. Heading karo, heading karo, heading karo. Stop. Stop. Okay, all forward. All forward. All forward. Get down, get down. Stop, stop. Okay, get down, get down. Get down. Forward, right forward. Forward. Get down. Get down. Forward team, forward, faster, 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 fast, 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 power, use your power. Forward fast, forward please, forward please. Stop, stop, left back. Left back. Stop, stop. Forward. Forward. Forward, Maji. Forward, forward. Forward. Forward, forward. 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 Forward, forward. Forward. Forward, please. Forward, forward. Get down, get down.
Okay, I'll forward. Forward team, forward, faster. Faster, forward. Stop. Stop, stop. All forward team, forward. 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 Stop. Stop. Okay, all forward. Forward. Stop, 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 stop. Head down, head down, head down, head down. Okay, head back. Okay, all forward team. Yes. Faster, faster. More fast. Stop. Stop, stop, stop. Okay, all forward team. Forward. Forward, forward. Do something different, man. Faster team. Stop. Stop, ruko, bhaijan, ruko. Okay, all forward. Yes, not forward. Forward, forward. More forward. Stop. Okay, all forward team. Forward, forward. Stop. Right back, right back. Right back. Right back. Forward. Forward, please, forward. Forward, fast. Fast, forward, forward. Forward. Forward, forward. Okay, all back pedal, all back pedal. Back. Back pedal, back pedal. Back pedal. Stop. Stop. भाई मजा करो Okay, all back. All back. All back. All back. All back. Back, back. മല്ലോ ട്രാവൽ മല്ലോ വീട് എടുക്കല സിജു എങ്ങനെയുണ്ട്? അടിപൊളി. സിജുന്റെ വൈഫ് എങ്ങനെയുണ്ട്? സംഭവം 1.5 മണിക്കൂറോടെ 1.5 മണിക്കൂർ 10 കിലോമീറ്റർ നടന്നുകൊണ്ട. ഓക്കെ ഇങ്ങനെ ലോക്കായി ഗായ്സ്, ലോക്കായി 1.5 മണിക്കൂർ 10 കിലോമീറ്റർ ആണ് പോണത്. നല്ല വെതർ. ഇപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ട് നെക്സ്റ്റ് ഡേ തന്നെ വിളിച്ച് ബുക്ക് ചെയ്തത്. കാരണം വെച്ചാൽ ഇതാണ് ബെസ്റ്റ് ടൈം കേട്ടോ. ഐ ഡോണ്ട് തിങ്ക് സോ. ഇനി അങ്ങോട്ടേക്ക് മഴ കഴിഞ്ഞാൽ പിന്നെ ഇല്ല, അപ്പം ബെസ്റ്റ് ടൈം ഒന്നും ഇല്ല. സേഫാട്ടോ, പേടിക്കണ്ട. ഓക്കെ മാസി കാണുന്നോ? മാസി കാണുന്നോ? സിജാസിനെ വൈഫിനെ പിടിച്ച് വെള്ളത്തിലിട്ട് ഗായ്സ്. എന്താണ് പറയാനുള്ളത് സിജാസിന്? ലിപ്സ്റ്റിക്കൽ മേക്കപ്പ് അല്ല നേരത്തെ കണ്ട ആളല്ലേ ഇപ്പൊ. ആജാ ഇങ്ങോട്ട് വാ. എടാ റാഫിന്റെ ബേക്ക് പിടിക്കടാ. സിജോ എന്റെ ബേക്ക് പിടിച്ചോ. ഗായ്സ് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്?
കയറോടിച്ചോ, മേലെ കയറോടിച്ചോ. നോക്കില്ലേ? അങ്ങനെ സെപ്പറേറ്റ് ആവണ്ട മാജേ. ഒറ്റയ്ക്ക് നീന്തില്ല വരുന്ന നമ്മളെ മക്കൾക്ക് നീന്താൻ പഠിപ്പിക്കാൻ നമ്മുടെ നാട്ടിൽ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളൊന്നും കഴിട്ടുണ്ടാവും. പപ്പനെ പിടിച്ചോട്ടോ. ഹലോ ഇങ്ങി വാ, പപ്പനെ പിടി. പിടിച്ചോ. Yeah, jump. Yeah. Sir. Go. Don't go far, okay? Don't go far from the raft. Don't go far from the raft. Look here. Body life jacket എടുത്തോളൂ. നമ്മൾ വെറുതെ നോർത്താൽ മതി. മാജിനെ പിടിച്ചാ, മാജിന പിടിച്ചോ. ടൈറ്റാനിക്കിലെ ചാക്ക്. എടാ മാജി നോക്കടാ. റെസ്ക്യൂ മിഷൻ. മുതലുണ്ടോ നോക്കിയത്, വേറെ പഠിക്കാൻ വേണ്ട. ഇങ്ങോട്ട് എന്നെ പിടിച്ചോ. പിടിച്ചോ. നീന്ത് പോണ. കാലിടടിക്ക്. ഓക്കെ അങ്ങനെ പോകുന്നുണ്ടോ? സ്പീഡിൽ പോകണ്ട. ഓക്കെ ഓക്കെ. നീ ഇങ്ങനെ കടന്നെടുത്തോ. നിങ്ങൾക്ക് എങ്ങനെ മഴന്ന് കിടന്നോ? കാലിങ്ങനെ അങ്ങോട്ടൊക്കെ കിടന്നോ. അത്രേ ഉള്ളൂ. അവരെ വണ്ടി ഓളെ എടുത്തൂരാൻ പിടിച്ചേക്കുന്നുണ്ട്. ബോട്ടിനടിലേ പോരാ. മാജി അടുക്കേ. ഇങ്ങോട്ടോ അവിടെ നിൽക്കേ. ഇങ്ങോട്ടോ എൻ്റെ അടുത്തേക്കോ. ഓക്കെ. പപ്പനോടൊപ്പം ഇതാക്കി. നീ നീന്തിരടി പോന്നേ. ഇത്ര ധൈര്യം ഉണ്ടോ? കേറിക്കോ. ഒരു കുക്കുടാസനം എടുത്ത. ഇത് കുക്കുടാസനം. ഓ എന്ത് തടിയാടാ. അല്ല നീ കേടാ. കേറിക്കോ. കുഴപ്പമില്ല. ഹലോ സിജോ, കേറി. വണ്ടി വന്നോണ്ട് നീ കേറിക്കോ. സിജോ ഓപ്പോസിറ്റ് തുഴയാൻ പറ. ഇങ്ങോട്ട് തുഴയടി. ഓപ്പോസിറ്റ് ഓൻ വരുന്നുണ്ടോ? നീ ഫസ്റ്റ് നീക്കി പിടിച്ചു. അല്ല നിനക്ക് ഓളെ പിടിച്ച് കയറാവില്ല. ഓക്കെ കേറി. ഓൻ പിന്നെ പിടിച്ചേരി കൊഞ്ഞാട് നിന്നാ മതി. ഓക്കെ पाव रेयान इधर वेट तो कमले का इधर ओ कैमरा ये इधर रखना है 5 सेकंड पूरा ओके ओह अम्मा ओडिको ये बड़ा അങ്ങനെ പറ ഞാൻ മൊബൈൽ ഷൂട്ട് ചെയ്യട്ടെ ബാക്കി ഞാൻ പറഞ്ഞു
അമേസിങ് 35 വയസ്സ് ഇതേപോലെ ഇതുവരെ എൻജോയ് ചെയ്തിട്ടില്ല. അതായത് ആദ്യമായി കയറുമ്പോൾ തന്നെ ആ വെള്ളം കാണുന്നില്ല തുടക്കത്തില്, വേറെ ലെവല്. പിന്നെ എത്താനാകുമ്പോൾ ഈ മുങ്ങി താഴില്ല, എന്റെ പൊന്നോ വേറെ ലെവൽ. ഒരു എന്താ പറയാ, ഇവിടെ നിങ്ങൾക്ക് ചായ സ്നാക്സ് കാര്യങ്ങളൊക്കെ തരും. അടിപൊളിയാണ്. നമ്മൾ ഇവിടുന്ന് നമ്മൾ വണ്ടിയിൽ പോകുന്നു, മുകളിൽ പോകുന്നു, ഒരു 1.5 മണിക്കൂർ റാഫ്റ്റ് ചെയ്യുന്നു, തിരിച്ച് ഇവിടെ വരുന്നു, റിലാക്സ് ചെയ്യുന്നു, ചായ എല്ലാം കുടിക്കുന്നു, റെസ്റ്റ് എടുക്കുന്നു, പോകുന്നു. ഇതാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പം നമ്മുടെ കൂടെ നമ്മുടെ വന്ന എല്ലാ ക്യാപ്റ്റൻസും ഉണ്ട്. പരിചയപ്പെടുത്തരാം. വൺ ബൈ വൺ പ്ലീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. Namaste, my name is Amir Grum. I'm from Nepal. നേപ്പാളാണ്. ഹലോ, മൈ നെയിം ഈസ് മുകേഷ് നേഗി. ഐ എം ഫ്രം ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ്. ഓക്കെ. Hello, my name is Navin Grum from Nepal. Okay, my name is Kamal from Nepal. I am river guide. Hi, I am from Santosh. I am from Karnataka. Place called Davangere. Okay, so who is the most experienced guy in this group? Yeah, in Kamal Guide. How many years? Lot of years. You are a river guy. As you mentioned. Okay. ഇവരൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആൾക്കാരാണ്. എക്സ്പീരിയൻസിന് കാര്യം പറയുന്നത് വെച്ചാൽ നമ്മൾ റിവർ റാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കുന്ന സേഫ്റ്റിയാണ്. ഇപ്പം നമുക്ക് ഒരു തോണിയിൽ ഒരു 5 ആൾക്കാരെ കയറ്റിയിട്ട് തുഴഞ്ഞവൻ ആർക്കും പറ്റും. പക്ഷെങ്കിൽ വളരെ സേഫായിട്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. Who was the guy with me last time? I think You ആണ്. നമ്മൾ ലാസ്റ്റ് വന്നപ്പോൾ ഇവർ ഇതേ ആൾക്കാരുണ്ടായിരുന്നു, ഇപ്പോഴും അതുണ്ട്. ഇവർ കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ആൾക്കാർ കേട്ടോ. അപ്പം നിങ്ങൾ എനിക്ക് തോന്നുന്നു 10 years above ആണ് കുട്ടികൾ അലോഡ് ഉള്ളത്. അത് 5 വയസ്സാണെങ്കിൽ 6 വയസ്സാണെങ്കിൽ റാഫ്റ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ കണ്ടെടുത്ത് പറയാനൊക്കെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് സേഫായിട്ട് ഇവിടെ എത്തും. പക്ഷേങ്കിൽ നിയമപരമായിട്ട് ഇതുള്ളതുകൊണ്ട് സേഫ്റ്റീൻ്റെ കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ടാണ് കുട്ടികൾ അലോഡ് ഇല്ലാത്തത്. അപ്പോൾ നിങ്ങളെ കുഞ്ഞു കുട്ടികളൊക്കെ എടുത്ത് വരുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഉമ്മ വന്ന പോലെ ഒരാളും കൂടി വന്നു കഴിഞ്ഞാൽ കുട്ടികളെ ഇവിടെ അവരെ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു എൻജോയ് ചെയ്യണം കേട്ടോ. അപ്പം ഇപ്പോഴും ഞാൻ പറയുന്നു, നമ്മുടെ നാട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് സ്പോട്ടാണ് മഴക്കാലത്ത്. 2 മാസം കൂടിയുള്ളൂ. നിങ്ങളിനി ചൂടുകാലത്തും മഞ്ഞുകാലത്തും വന്നിട്ട് കാര്യമില്ല, മഴക്കാലത്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം മിസ് ചെയ്യണ്ട. ഇവരുടെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വരുമ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് വരാൻ വേണ്ടി ശ്രമിക്കുക. ഗ്രൂപ്പായിട്ട് വന്നാൽ മാത്രം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ മഷൂദ ശരിയല്ല? ഓ ഗ്രൂപ്പ് അതാണ് ഞാൻ ഇവരൊക്കെ പിടിച്ചു പോകണം കേട്ടോ. നമ്മൾ 1-2 ആൾക്കാർ വന്നിട്ട് കാര്യമില്ല. മിനിമം ഒരു 10-15 പേര് അല്ലെങ്കിൽ ഒരു 7 പേരൊക്കെ ആണെങ്കിൽ ഓക്കെ. 7 പേരൊക്കെയാണ് നമുക്ക് ഒന്നിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഗ്രൂപ്പായിട്ട് വരുവാണെങ്കിലാണ് കുറച്ചും കൂടി കൺവിൻസിങ് കേട്ടോ. എന്താ പറയാ സജിൻ, എന്ത് വരുന്നു? ഓക്കെ, വീഡിയോ ക്യാമറ ഹോൾഡ് എമ്മിക്ക് എന്ത് വരുന്നു? വേറെ ലെവല്. താങ്ക് യു ഗൈസ്. താങ്ക് യു. വേറെന്താ പറയാ, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യണം. ഇവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ, അടിച്ചോടിക്ക് ഉഷാറാക്കി. എല്ലാവരും ഫാമിലി ആയിട്ട് വളരെ സേഫായിട്ട് വന്ന് റാഫ്റ്റ് ചെയ്ത് വളരെ സന്തോഷത്തോടുകൂടി ഒരുപാട് ഓർമ്മകളുമായിട്ട് നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റും. ഞാൻ കയറാണ്. അടിപൊളി വീഡിയോസ് വരാണ്ട് അടുത്ത എപ്പിസോഡ് കാണാം.